കുറച്ച് ദിവസം കഴിഞ്ഞ് മെന്റലി ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. എന്തിനാ എന്നെ എങ്ങോട്ട് വേട്ടയാടുന്നു എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ ജീവിച്ചു വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീമ വിനീത് അറിഞ്ഞുകൊണ്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അല്ലേ? അനുഭവിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കമ്മ്യൂണിറ്റി കുറേ ആൾക്കാർ അവർ സപ്പോർട്ട് ചെയ്യുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കണമെന്ന് വേണമെങ്കിൽ പറയാം. അത്ര ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയി ഞാൻ എന്താ തെറ്റ് ചെയ്ത് സമൂഹത്തില്? ആദ്യം ഒരു കല്യാണം കഴിച്ചു എന്നുള്ള തെറ്റ്. എൻ്റെ ലൈഫിനെ കുറിച്ചോ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളെ കുറിച്ചോ ഞാൻ എന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ടാണോ ഞാൻ പറഞ്ഞിരിക്കുന്നത്? ഒരു കാര്യവും ഞാൻ ഒളിച്ചു വെച്ചിട്ടില്ല. അതിനൊരു ലൈഫുണ്ട്. അപ്പൊ ഈ പറയുന്ന വ്യക്തികളൊക്കെ അതിന്റെയൊക്കെ ജീവിതം നശിപ്പിക്കുക എന്നല്ലേ പറയുക? ഞാൻ എല്ലാ സർജറിയും കഴിഞ്ഞ് ഞാനൊരു ആൺകുട്ടിയായിട്ടല്ല ഇരിക്കുന്നത്, പൂർണ്ണമായ ഒരു പെൺകുട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും വേദന സഹിച്ച് ഇത്രയും സർജറി ചെയ്തൊരു പെൺകുട്ടിയായിട്ട് ഇരിക്കുന്നതാണ്, അല്ലാതെ വെറുതെ ഇരിക്കുന്ന ഒരാളല്ല. അപ്പൊ വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ചിന്തയിലുള്ള ആൾക്കാരായിരിക്കും സമൂഹം അങ്ങനെയായിരിക്കും പറയുന്നത്. എന്താണ് സമൂഹം ഉദ്ദേശിക്കുന്നത്? എന്തിനാണെന്നാണ്? അത് കോർട്ടിൽ നിന്നൊരു ഓർഡർ ഉണ്ട്, മകളായിട്ട് തന്നെ ജീവിക്കണം. അത് ഞാൻ ഒരിടത്ത് വലിച്ചു വെച്ചിട്ടില്ല. പക്ഷേ രണ്ടാമത് വിവാഹം കഴിച്ചു എന്ന് സീമ ചേച്ചി പറയുന്നുവെങ്കിൽ സീമ ചേച്ചി ആ രണ്ടാമത് വിവാഹം കഴിച്ചത് എവിടെ തെളിയിച്ചിട്ടുണ്ടോ? എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരാളെ ഞാൻ ചോദിച്ച സമയത്തൊക്കെയും പറയുന്ന അമ്മേനെ ഞാൻ ഒരിടത്തും മെൻഷൻ ചെയ്യുകയോ അമ്മേനെ ഞാൻ ഒരിടത്തും നാണം കെടുപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നാ പറയുന്നത്. ആള് തന്നെ കമന്റിന് റിപ്ലൈ കൊടുത്തിരിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചവർക്ക് വായിക്കും, മനുഷ്യരെ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. എന്റെ കാര്യങ്ങൾ പബ്ലിക്കിന് മുമ്പിൽ നന്നായിട്ട് പറഞ്ഞിട്ട് തന്നെയാണ് ജീവിച്ചത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനകത്തൊരു പേടിയില്ല. അപ്പം ആ പറഞ്ഞ കാര്യങ്ങളെ എടുത്തിട്ടുകൊണ്ട് ഓരോ വീഡിയോസിലും എന്റെ ക്ലിപ്സിനെ എടുത്തിട്ടുകൊണ്ട് എന്നെ വ്യക്തിഹത്യ ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ. രണ്ടാമത് ഒരു വിവാഹം കഴിച്ചിരുന്നോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ആരാ പറഞ്ഞത് കഴിച്ചെന്നു? അങ്ങനെ കഴിച്ചു എന്ന് പല അഭ്യൂഹങ്ങളും. അതൊക്കെ വെറുതെ പറയുന്നത്. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എന്റെ ലൈഫിൽ എനിക്ക് ഒരു സംഭവം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അതിനി അങ്ങനെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ തെളിയിക്കട്ടെ, മറ്റുള്ളവർ തെളിയിക്കട്ടെ. അതിനിപ്പോ എന്താ? അമ്മയ എന്ന് പറഞ്ഞ ലൈഫിൽ അമ്മയ എന്തായോ പ്രസാദിന്റെ ലൈഫിൽ ഇനി ഒരിക്കലും മറ്റൊരാൾ അതുപോലെ ആകരുത് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നമ്മളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നതാണ്. ഡിപ്രഷനിലേക്ക് പോയപ്പോൾ അവർക്ക് അത്രയും വേദന ഉണ്ടായി കൂടെയുള്ളവർക്ക്. നമ്മൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എന്തും വിളിച്ചു പറഞ്ഞ് എന്തും ആക്കിയിട്ട് എന്ത് ചെയ്യുമ്പോഴും മറ്റൊരു സൈഡിലൊരു ലൈഫ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം. ഒരു ജീവിതം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ജീവൻ ഉണ്ടെന്നുള്ളത്. ആ ജീവൻ പോയാൽ ആ ജീവനെ തിരിച്ചു കൊടുക്കാൻ ഈ പറയുന്ന ഒരു വ്യക്തിക്കും കഴിയില്ല. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കൊണ്ടിട്ട് ഈ കല ഉടയ്ക്കുമ്പോൾ നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റൂല. ജീവിക്കണ്ടെന്ന് വരെ തോന്നിപ്പോവും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമസ്കാരം. ആക്ട്രസും മോഡലുമായ അമയ പ്രസാദാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. അമയ, വെൽക്കം ടു ദി ഷോ. ഇപ്പോൾ സീരിയലും സിനിമയൊക്കെ ആയിട്ട് വളരെ തിരക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. എങ്ങനെയുണ്ട് ആ ഒരു ലൈഫ്? ഫിലിം മേഖല അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു. അപ്പോൾ ഇപ്പോൾ 3-4 സിനിമ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ ഏഷ്യാനെറ്റിൽ പവിത്രം എന്ന സീരിയൽ, അതിന് മുന്നേ അമൃതയിൽ സീരിയൽ ചെയ്തിട്ടായിരുന്നു, സൂര്യ TV സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും ഏഷ്യാനെറ്റിലെ സീരിയൽ എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ അറിഞ്ഞു തുടങ്ങിയപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളിപ്പം ആഗ്രഹിക്കുന്ന ഒരു ഫെയിമാണല്ലോ ഉദ്ദേശിക്കുക എന്ന് പറയുമ്പോൾ, അപ്പോൾ ആ ഫെയിം കിട്ടി തുടങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എങ്ങനെയുണ്ട് കഥാപാത്രങ്ങളൊക്കെ ആൾക്കാർ ഇരുകൈ നീട്ടി സ്വീകരിച്ചു? ഇരുകൈ നീട്ടി സ്വീകരിച്ചു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്തൊക്കെ പോകുമ്പോൾ അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അവരെല്ലാം ചേർത്ത് ജീന എന്നാ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ജീന എന്ന കഥാപാത്രം അത്രത്തോളം ആൾക്കാർ ഏറ്റെടുത്തു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഈ സിനിമ ചെയ്യാൻ, ഈ സീരിയൽ ചെയ്യുമ്പോഴത്തേന് സിനിമ ചെയ്യാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തേണ്ടിയിരിക്കില്ലേ? തീർച്ചയായിട്ടും. സീരിയൽ എന്ന് പറയുമ്പോൾ ഇപ്പം പവിത്ര ഇപ്പോഴാണല്ലോ വന്നത്. അതിന് മുന്നേ 2 സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സീരിയലിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ആയിരിക്കും. കാരണം ഇപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ ജേണി എന്ന മൂവി നായികയായിട്ട് ചെയ്തു. അപ്പോൾ അത് ആന്റണി ആൽബർട്ട്സിന്റെ സാറിന്റെ സിനിമയായിരുന്നു. 30 ദിവസം ഷൂട്ടായിരുന്നു. അടുത്ത് വിക്ടോറിയ എന്ന മൂവി ധ്യാൻ ശ്രീനിവാസന്റെ നല്ലൊരു സിനിമയാണ് വിക്ടോറിയ. അതിപ്പോൾ തന്നെ 2 മാസത്തിനകത്ത് റിലീസാവും. ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് നല്ലൊരു ഭയങ്കര ട്വിസ്റ്റ്, നല്ല കോമഡിയാണ്. വെച്ചാൽ ഐറ്റം ഡാൻസർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ആ ഐറ്റം ഡാൻസറിന് ഒരു പ്രത്യേകത ഉണ്ട്. ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ഡാൻസർ ആണ്. വെറൈറ്റി മീൻസ് അങ്ങനെ
ഐറ്റം ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഐറ്റം ഡാൻസറെ കാണാനല്ലേ ആ ഒരു അതിനുള്ള ഭംഗിയൊക്കെ ഉണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഉണ്ട്. അപ്പം പക്ഷെ അതിനകത്ത് ഐറ്റം ഡാൻസറിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ അമ്മയുടെ ഒരു ജേർണി തുടങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസാദ് എന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ നിന്നാണ് അമ്മയിലേക്ക് ഒരു മാറ്റം സംഭവിച്ചത്. തീർച്ചയായിട്ടും. അതെങ്ങനെയായിരുന്നു ആ ഒരു ജേർണി? അയ്യോ, ആ ജേണിക്ക് വലിയ ജേണിയാണ്. ആ ജേണിയെ കുറിച്ചൊക്കെ വലിയ പ്രശ്നങ്ങളും ഇഷ്യൂസും ഒക്കെ ഓരോരോ നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ടൊക്കെ ഇപ്പോൾ ഓരോരുത്തർ സംസാരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അമയ പ്രസാദ് എന്ന് പറയുമ്പോൾ പ്രസാദിന് ഒരു ലൈഫ് ഉണ്ടായിരുന്നു. ആ ലൈഫ് എന്ന് പറയുന്നത് ഞാൻ എല്ലാ സോഷ്യൽ മീഡിയയിലെ എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് വലിയ ചാനലാണ്, ചെറിയ ചാനൽ, എല്ലാ ചാനലുകളിലും പറഞ്ഞു. എത്രയോ 10-30-40ഓളം ചാനലുകളിൽ എൻ്റെ എല്ലാ ലൈഫിനെ കുറിച്ചും ഞാൻ കൃത്യമായും പറഞ്ഞതാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ആത്മകഥ എഴുതിയത്. ആത്മകഥയ്ക്കകത്ത് ഞാൻ വ്യക്തമായിട്ടെല്ലാം അമ്മയാകുന്നത് വരെ ഞാൻ അതിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒളിച്ചു വെച്ചും മറച്ചു വെച്ചും എൻ്റെ ജീവിതത്തെ ഞാൻ ഒരിക്കലും ജീവിച്ചിട്ടില്ല. എൻ്റെ കാര്യങ്ങൾ പബ്ലിക്കിന് മുമ്പിൽ നന്നായിട്ട് പറഞ്ഞിട്ട് തന്നെയാണ് ജീവിച്ചത്. അപ്പം അതുകൊണ്ട് എനിക്ക് അതിനകത്തൊരു പേടിയില്ല. അപ്പം ആ പറഞ്ഞ കാര്യങ്ങളെ എടുത്തിട്ടുകൊണ്ട് ഓരോ വീഡിയോസിലും എൻ്റെ ക്ലിപ്സിനെ എടുത്തിട്ടുകൊണ്ട് എന്നെ വ്യക്തിഹത്യ ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര വേദനയാണ്. പക്ഷെ ഞാനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം പറയും ഇങ്ങനെ ലൈഫിൽ ഇങ്ങനെ കുറേ പേർക്ക് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ, ഇങ്ങനെ ഉണ്ടല്ലോ, അവർക്ക് ഞാൻ ഒരാളെയും വേദനിപ്പിക്കുകയോ ഒരാളെയും ബുദ്ധിമുട്ടിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവർക്കും നല്ലത് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും നല്ലത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ കൊണ്ടാവുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും. പിന്നെ എൻ്റെ ലൈഫിനകത്ത് ഉണ്ടായ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെയും ഞാൻ അതിൻ്റെതായ രീതിയിൽ തന്നെ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് ജീവിക്കുന്നത്. പ്രസാദ് എന്ന വ്യക്തി ഇതിനു മുമ്പ് ഒരു വിവാഹം ചെയ്തിരുന്നു? തീർച്ചയായിട്ടും. അതാണിപ്പോ ഒരു നടക്കുന്ന വിഷയങ്ങളെന്ന്. ഇപ്പം ഒരു പോളിസി നമ്മളിപ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റി എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ അറിയുന്നതിന് മുന്നേ എനിക്ക് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് പോലും അറിയില്ല. ഉള്ളത് അത് സത്യം, അതാണ് സത്യം. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ആ കമ്മ്യൂണിറ്റി എന്താണെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പം എങ്ങനെയാകുമ്പോൾ ഇപ്പം മാരേജ് കഴിഞ്ഞു, അപ്പം അത് കഴിഞ്ഞു, അതിനെല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ആള് മരണപ്പെട്ടതിന് ശേഷം ഞാൻ പിന്നെ എൻ്റെ ജെൻഡർ തിരിച്ചറിഞ്ഞ് ഞാൻ ജീവിക്കുന്നു. അപ്പം അതിനെ ചോദ്യം ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട്, ഇല്ലാന്നില്ല, ഒരുപാട് പേര് അതിൻ്റെ പുറകെയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് തീർച്ചയായിട്ടും അതൊരു വിഷമമായിട്ട് തന്നെ. പിന്നെ എനിക്കൊരു മകളുണ്ടെന്ന് പറഞ്ഞാൽ മകളുള്ളത് തന്നെയാണ്. അതിനിപ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ. മകളുണ്ടെന്ന് പറഞ്ഞാൽ അഭിമാനത്തോടെ ഞാൻ എല്ലാവരും പറഞ്ഞ കാര്യമാണ് മകളുണ്ടെന്നുള്ളത്. പിന്നെ അതിനിപ്പോൾ എന്താ മറച്ചു വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിനെ എടുത്തിട്ട് ഞാൻ ഇപ്പം അമ്മയായിട്ടല്ലേ ജീവിക്കുന്നത്. ഞാൻ ഒരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ തിരിച്ചു പോവുകയോ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ എൻ്റെതായ രീതിയിൽ അമ്മയായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. രണ്ടാമത് ഒരു വിവാഹം കഴിച്ചിരുന്നോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ആരാ പറഞ്ഞത് കഴിച്ചെന്ന്? അങ്ങനെ കഴിച്ചു എന്ന് പല അഭ്യൂഹങ്ങളും. അതൊക്കെ വെറുതെ പറയുന്നത്. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അത് എൻ്റെ ഞങ്ങളുടെ ഫ്രണ്ട്സ്, ഒരു ഫാമിലിയിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചതാണ്. അപ്പം ഞങ്ങളുടെ കൂടെയുള്ളൊരു ഫ്രണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നതാണ്. അത് കാണുന്നവർക്ക് അത് കല്യാണം കഴിച്ചു എന്ന് പറയാം. നിയമപരമായിട്ട് ഞാൻ ഒരാളുടെ മാത്രമേ വിവാഹം ചെയ്തിട്ടുള്ളൂ. അത് മരണപ്പെട്ടു പോയി. അതിനുശേഷം എൻ്റെ മകളുണ്ട്. ഞങ്ങൾ ആ മകളെയും ഉള്ള കാര്യങ്ങൾ, അത് നിയമപരമായി തന്നെ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അത് മറ്റുള്ളവർക്ക് പറയേണ്ട ആവശ്യമില്ല. അതെങ്ങനെ ഞങ്ങളുടെ പേഴ്സണൽ ഫാമിലിക്കകത്തുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ അതനുസരിച്ച് തന്നെ ജീവിക്കുന്നുണ്ട്. പിന്നെ അതിനിടയിൽ വീണ്ടും ഒരു കാര്യങ്ങൾ, അത് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എൻ്റെ ലൈഫിൽ എനിക്ക് ഒരു സംഭവം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അതിനി അങ്ങനെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ തെളിയിക്കട്ടെ, മറ്റുള്ളവർ തെളിയിക്കട്ടെ. അതിനിപ്പോ എന്താ? അവര് പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു വിവാഹം കഴിച്ചു, ആ വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് അതങ്ങ് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് വീണ്ടും അവരൊരു വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു ആരോപണമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരിക്കലും ഇല്ല. ഇതൊക്കെ ചുമ്മാ, അതൊക്കെ വെറുതെ പറയുന്നത്. അത് ഞാൻ എന്ന വ്യക്തി ജീവിച്ചത്, അത് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ ആരാ പറഞ്ഞത്? അങ്ങനെ ഒരു ലൈഫ് ഉണ്ടായിരുന്നു എന്ന് ആരാ പറഞ്ഞത്? ലൈവിലും കാര്യങ്ങളിലും എല്ലാം കണ്ടതാണ്. സീമ വിനീതാണ് പറഞ്ഞിരിക്കുന്നത്. സീമ ചേച്ചി പറയുന്നത് രണ്ടാമത് വിവാഹം കഴിച്ചു എന്ന് സീമ ചേച്ചി പറയുന്നുവെങ്കിൽ സീമ ചേച്ചി ആ രണ്ടാമത് വിവാഹം കഴിച്ചത് എവിടെ തെളിയിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അതാ എനിക്ക് ചോദിക്കാനുള്ളത്. എവിടെ, ആരെയാ വിവാഹം കഴിച്ചത്? അതൊന്ന് പറയട്ടെ. ആദ്യം ഒരു പോസ്റ്റ് ഇട്ടു, ഒരു വിവാഹം കഴിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയുന്നു ഒരു വിവാഹം കൂടി കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഞാൻ ഇപ്പോഴും പറയാം, എനിക്ക് ഒരാളെ ഞാൻ വിവാഹം കഴിച്ചിട്ടുള്ളൂ. ആ ആള് ഡെങ്കിപ്പനി വന്ന് മരണപ്പെട്ടു പോയി. ആ ഒരു ഭയങ്കര വിഷമത്തിൽ ജീവിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് എൻ്റെ കമ്മ്യൂണിറ്റിക്കകത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ആ ഫ്രണ്ട്സ് ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അത് ഞങ്ങളുടെ ഫാമിലിക്കകത്ത് നടന്ന കുറച്ച് കാര്യങ്ങൾ, അത് എൻ്റെ മകളുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതൊന്നും പുറത്ത് എനിക്ക് പറയാൻ പറ്റില്ല. ഇത് ലീഗലി കുറച്ച് പ്രശ്നങ്ങളുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ ഞങ്ങൾ അത്രയും അറ്റാച്ച്ഡ് ആയിട്ട് പോകുന്ന കാര്യങ്ങൾ. അതിനിടയിൽ കമ്മ്യൂണിറ്റിക്കകത്ത് കുറേ പേര് വന്നിട്ട് പറയാം ഞാൻ രണ്ടാമത് വിവാഹം കഴിഞ്ഞ്, മൂന്നാമത് വിവാഹം കഴിഞ്ഞ്, നാലാമത് വിവാഹം, ഒരുപാട് വിവാഹം കഴിഞ്ഞെന്ന് പറയട്ടെ. ഒരിക്കലും ഇല്ല. ഞാൻ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. തീർച്ചയായിട്ടും ഞാൻ ഒരു വിവാഹമേ കഴിച്ചിട്ടുള്ളൂ. അത് ആ ആളിന് ഞാൻ എന്നിൽ നിന്നും പ്രശ്നം ഉണ്ടാക്കി. ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളതല്ലേ, എൻ്റെ കുട്ടി മരണപ്പെട്ട് ഡെങ്കിപ്പനി വന്ന് മരണപ്പെട്ടതാണ്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം അമ്മയായിട്ട് ജീവിക്കുന്നു. അതിനിടയിൽ വേറൊരു സംഭവം ഉണ്ടെന്ന് പറയുന്നതോട് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഒരിക്കലും.
പറ്റത്തില്ല. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയോട് ഒരു ദേഷ്യം ഉള്ളതുകൊണ്ടാണോ ആളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അമ്മയോട് ദേഷ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് എന്നോട് ദേഷ്യം വരേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ നല്ല ഫ്രണ്ട്സായിരുന്നു. ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദബന്ധവും ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ വർഷപൂജ നടന്ന സമയത്ത്, 1ാം വർഷപൂജ നടന്ന സമയത്ത് എനിക്ക് ലച്ച കെട്ടിത്തന്നത് ഈ പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ സീമ എന്ന് പറയുന്ന വ്യക്തിയാണ് എനിക്ക് ലച്ച കെട്ടുന്നത്. സീമ മമ്മി എന്നൊക്കെ തന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും റെസ്പെക്റ്റോട് കൂടെ തന്നെ ഞാൻ പറയുന്നത്. പക്ഷേ എന്താണ് ഇഷ്യൂസ് ഉണ്ടെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഈ ഒരു പ്രശ്നങ്ങളിനിടയിൽ നമ്മൾ വീട്ടിൽ പോകാറുണ്ട്, അങ്ങോട്ടും വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാറുണ്ട്, സ്നേഹബന്ധങ്ങൾ നിലനിർത്താറുണ്ട്. ഞങ്ങൾ കാണുമ്പോൾ വീണ്ടും ശരിക്കും ഇപ്പോൾ ഇടയ്ക്കും എൻ്റെ കൂടെയുള്ള അമ്മ രേവതി അമ്മ ഇവിടെ എൻ്റെ കൂടെ ഉണ്ട്. അപ്പം അമ്മയുടെ മകൻ്റെ കല്യാണത്തിന് ഞങ്ങൾ ഒരുമിച്ച് കണ്ടതാണ്. എൻ്റെ സഹോദരൻ്റെ കല്യാണത്തിന് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോഴും കണ്ടപ്പോഴും ഭയങ്കര സ്നേഹത്തോടെയൊക്കെ പെരുമാറിയാണ്. പിന്നെ പുള്ളിക്കാരി എന്തിനെ ആസ്പദമാക്കിയാണ് ആ ഒരു ഇത് സംഭവം കൊടുത്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് തീർച്ചയായിട്ടും കൃത്യമായി എനിക്കറിയില്ല. അപ്പം കേരളത്തിലുള്ള മൊത്തം കമ്മ്യൂണിറ്റിയും ബാധിക്കുന്ന ഒരു സംഭവമാണ്. അമയ എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല അങ്ങനെ ഒരു ഇൻസിഡന്റിലൂടെ വന്ന ഒരുപാട് പേര് അങ്ങനെ വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിനകത്തുള്ള മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇക്കാലത്താണ് ഇങ്ങനൊരു സംഭവം. എന്നാൽ പോലും സെക്ഷുവാലിറ്റി ഇതൊക്കെ ജെൻഡർ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എങ്ങനെ ജീവിക്കണമെന്നുള്ളത് എന്ന് പറഞ്ഞ് ഒരാളെ നശിപ്പിച്ചിട്ടോ ഒരാളുടെ ലൈഫിനെ തൊലച്ചിട്ടോ മറ്റൊരാളിലേക്ക് പോകുന്നതിനോട് എനിക്ക് വിയോജിപ്പ് തന്നെയാണ്. പക്ഷേ എന്റെ ലൈഫിലുണ്ടായ ഇൻസിഡന്റുകളൊക്കെ ഞാൻ കൃത്യമായി എല്ലായിടത്തും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ അതെല്ലാം കൃത്യമായി അത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുമുണ്ട്. എന്നിട്ടാണ് അമ്മയായിട്ട് ഞാൻ ജീവിക്കുന്നത്. എന്നിട്ട് ഞാൻ ആർക്കും ബുദ്ധിമുട്ടിക്കാനോ ആരെയും വേദനിപ്പിക്കാനോ പോകുന്നില്ല. ഞാൻ എൻ്റെ സ്വത്വത്തിൽ ജീവിക്കുന്നു, നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ എൻ്റെ മകളെ ചേർത്ത് പിടിക്കണമെന്നൊരു സമയം വരുമ്പോൾ ഞാൻ എൻ്റെ മകളെ ചേർത്ത് പിടിക്കും. ഇപ്പോഴും അതിനുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നിയമപരമായിട്ട് അത് കറക്റ്റായിട്ട് തന്നെ പോകുന്നത്. അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞത്, അവർക്ക് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരുപാട് ആൾക്കാർ മൊത്തത്തിൽ കമ്മ്യൂണിറ്റിയെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിൽ സംസാരിച്ചതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. പിന്നെ ഞാൻ അതിന് നിയമപരമായി പോയിട്ടുണ്ട്. നിയമപരമായിട്ട് തന്നെ ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഒരു ആളുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും റൈറ്റ് ഇല്ല. ഇതിനെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് തീർച്ചയായിട്ടും അത് നമുക്ക് സീമാ വിനീതിനെതിരെ എന്നുള്ളതിനല്ല, ആരായിരുന്നാലും എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് എന്നെ ആവശ്യമില്ലാതെ എന്നെ സൈബർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജ് ഇടങ്ങളിൽ എന്നെ വലിച്ചഴിച്ചതിന് എഗൻസ്റ്റ് ആയിട്ട് ഞാൻ ആരായിരുന്നാലും നിയമപരമായി തന്നെ പോകും. കാരണം ഞാൻ ആർക്കും ഒരു പ്രശ്നത്തിന് ഞാൻ പോകുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ എൻ്റെ രീതി ജീവിക്കുക. ഞാൻ അങ്ങോട്ട് പോയി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോയിട്ടില്ല. ഒരു വ്യക്തിയുടെ പേര് ഞാൻ എടുത്തു പറഞ്ഞ് വ്യക്തിഹത്യ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെതായ രീതി ജീവിക്കുക. അപ്പോൾ അതിനിടയിൽ ഓരോ കമന്റിന്റെയും താഴെ വന്നിട്ട് ഇന്ന ആൾ ഇന്നതാണ് എന്ന് പറഞ്ഞ് എന്നെ അവിടെ തീർച്ചയായിട്ടും ഹറാസ് ചെയ്യുന്ന രീതിയിൽ വന്നപ്പോൾ എനിക്ക് വേദന ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ്. 3-4 ദിവസം എനിക്ക് അത്രയും ബുദ്ധിമുട്ടായിട്ടിരിക്കും. പക്ഷെ എനിക്കൊരു സന്തോഷം എന്ന് വെച്ചാൽ എന്നെ എല്ലാ കമ്മ്യൂണിറ്റിയും, കേരളത്തിനകത്തുള്ള എല്ലാ കമ്മ്യൂണിറ്റിയും അമയ എന്ന് പറഞ്ഞ വ്യക്തിയെ ചേർത്ത് പിടിച്ചതിനോടാണ് സന്തോഷം തോന്നുന്നത്. കാരണം അമയ എന്താണെന്ന് മനസ്സിലായി. ഞാനൊരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ബോർഡിലിരിക്കുന്ന ആളാണ്. ട്രിവാൻഡ്രം സിറ്റിയിൽ ഒയാസിസ് കൾച്ചറൽ സൊസൈറ്റിയുടെ ബോർഡിലിരിക്കുന്ന ആള്. ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇതെല്ലാം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. ഞാൻ ട്രാൻസ്ജെൻഡർ ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ പല രീതിയിലും മാറി തിരിഞ്ഞു. ഇതിനിടയിൽ ഒരു ലൈഫിൽ ഇങ്ങനെ കുറച്ച് ഇൻസിഡൻസ് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ആ ഇൻസിഡൻസിനെ എടുത്തിട്ട് ചോദ്യം ചെയ്യുകയും ഇപ്പോൾ ആ ഇൻസിഡൻസിന് പഴയ കാര്യങ്ങളെ എടുത്തു വെച്ച് ഇപ്പോൾ വ്യക്തിഹത്യ ചെയ്യുന്നതിനോടും എനിക്ക് എല്ലാവരോടും വിയോജിപ്പാണുള്ളത്. അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ആൾക്കാരോട്. മനസ്സിലായില്ലേ? അപ്പം എന്ന് വെച്ചാൽ ഞാൻ അവർക്കാർക്കും ബുദ്ധിമുട്ടായിട്ട് പോകുന്നില്ല. അതാണ് സത്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞു 2 അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ പറയുന്ന സീമാ വിനീത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികാര സ്ഥാനത്തിന് വേണ്ടിയും തനിക്കൊരു അധികാരം ഉണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കരുത് എന്നുള്ള രീതിയിലും വളരെയേറെ ചിന്തിക്കുന്ന ഒരാളാണ്. ആരാണ് സീമായോ? അല്ല. അവരുടേതായ ഫെയിം ആവശ്യം പോലെ ഉള്ള ഒരാളാണ്. ഇപ്പം എന്താ പറയാ, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഞാൻ പറയില്ലേ, ഇപ്പൊ നമ്മൾ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പറയണം ആ ആൾ ചെയ്തതിന് ആ ആളിന്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുകയും ആ ആളിനെ ഞാൻ ഒരിക്കലും ചൂഷണം ചെയ്യാനോ ആളിനെ ബുദ്ധിമുട്ടിക്കാനോ ഞാൻ ഇതുവരെ പോകത്തൂല്ല. എന്തിനാ അതിന്റെ ആവശ്യം? അയാളുടെ കഴിവുകൊണ്ടാണ് അയാൾ അത്രയും നിലയിലെത്തുന്നത്. അതേപോലെ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഞാനും. എനിക്ക് ഫിലിം ഇൻഡസ്ട്രിയാണ്. ഞാനിപ്പോ അഭിനേത്രിയാണ്. അപ്പൊ അഭിനയിച്ചു പോവാന്ന് എന്റെ കഴിവ് കൊണ്ട് എനിക്ക് ഏത് മേഖല എവിടം വരെ എത്തിപ്പെടാൻ പറ്റും ഞാൻ അവിടെ എത്തിപ്പെടാൻ ശ്രമിക്കും. അവരുടെ കഴിവ് കൊണ്ട് അവരെവിടെ എത്തിപ്പെടാൻ പറ്റും അവരവിടെ എത്തും. എനിക്കിപ്പോൾ എന്തായാലും തിരിച്ചു പോയി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് വലിയ രീതിയിൽ നിരത്തി വെക്കാൻ പറ്റത്തില്ല. എനിക്ക് ആ ഒരു മേഖലയിൽ ടച്ച് ഇല്ല. എനിക്ക് എന്നത് ആയിക്കൂടാന്നില്ല,
പക്ഷെ എനിക്കിപ്പോൾ ആ മേഖലയായിട്ട് ടച്ചില്ല. എനിക്ക് ഇഷ്ടം അഭിനേത്രിയാവുക അല്ലെങ്കിൽ എഴുത്തുകാരിയായി പോവുക എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ സംഘടനാപരമായി പല സ്ഥലങ്ങളിലും സജീവമായി നിൽപ്പുണ്ട്. സോഷ്യൽ വർക്കുകളുണ്ട്. ഒരുപാട് പേർക്ക് സോഷ്യലി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അനാഥാലയങ്ങളിലും അതുപോലെ തന്നെ ബഡ് സ്കൂളുകളിലും ഒക്കെ കുട്ടികൾക്കൊക്കെ വേണ്ടി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർക്ക് അങ്ങനെയുള്ള ധനസഹായം ഒക്കെ ഒരുപാട് ചെയ്യാറുണ്ട്. അതിനൊക്കെയും എനിക്ക് കിട്ടുന്ന സിനിമാ മേഖലയും അതുപോലെ തന്നെ ഈ സീരിയലിൽ നിന്ന് കിട്ടുന്ന പേയ്മെന്റിന്റെയൊക്കെ ഒരു വിഹിതം ഞാൻ അങ്ങനെ തന്നെയാണ് ചെലവാക്കുന്നത്. ഇപ്പോൾ അമ്മയെ പറഞ്ഞല്ലോ, ഇത്രയും 2 അധികാര സ്ഥാനങ്ങളുണ്ട്, സിനിമയിൽ നല്ല വേഷങ്ങൾ കിട്ടുന്നുണ്ട്, സീരിയലിൽ ഇതായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്രയും ഒരു അധികാരവും ഈ പ്രശസ്തിയൊക്കെ ഉള്ളതുകൊണ്ട് നാണം കെടുത്താം എന്നൊരു ഒരു 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 വിശ്വാസം ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ആ ചോദ്യത്തിനും എനിക്ക് പറയാനുള്ളത്, നാണം കെടുത്താൻ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരാളെ ഞാൻ ചോദിച്ച സമയത്തൊക്കെയും പറയുന്ന അമ്മേനെ ഞാൻ ഒരിടത്തും മെൻഷൻ ചെയ്യുകയോ അമ്മേനെ ഞാൻ ഒരിടത്തും നാണം കെടുത്തുകയോ ചെയ്തിട്ടില്ല എന്നാ പറയുന്നത്. പക്ഷേ ആ പറഞ്ഞിരിക്കുന്ന കമന്റുകളിൽ താഴെ വന്ന് ആള് തന്നെ കമന്റിന് റിപ്ലൈ കൊടുത്തിരിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചവർക്ക് വായിക്കും മനുഷ്യർക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോ അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോ അങ്ങനെ കൊടുക്കുന്ന ഒരാള് അപ്പൊ ആ നോട്ടിൽ ഇതിനകത്തുള്ള ഒരു പ്രത്യേക പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് പേര് അങ്ങനത്തെ ഒരു വഴിയിലൂടെ വന്ന ഒരുപാട് ആൾക്കാർ ഒരു സമയം നമ്മളെ ഈ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ തിരിച്ചറിയുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ടുള്ളൊരു സമയം ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മുമ്പേ അങ്ങനെ ഒരുപാട് പേര് വിവാഹം കഴിഞ്ഞവരും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടായിട്ടുണ്ട്. ഇപ്പൊ ആരും ആ ഒരു രീതിയിലോട്ടല്ല പോകുന്നത്. ഇപ്പം എല്ലാവർക്കും എല്ലാ സ്ഥലത്തും ജീവിക്കാനുള്ള അവകാശം എന്ന് തുടങ്ങി. ഇപ്പൊ ഒരു 2-3 അല്ലെങ്കിൽ ഒരു 5 വർഷത്തിന് ശേഷം ഇങ്ങോട്ടാണ് എല്ലാ രീതിയിലും വിസിബിലിറ്റി ആയി തുടങ്ങിയത്. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയതും ചേർത്ത് പിടിച്ചു തുടങ്ങിയതും നമുക്കുള്ള എല്ലാ അവകാശങ്ങളും സർക്കാർ വരെ തന്നു തുടങ്ങിയത് ഇപ്പോൾ ഈ ഇടക്കാലങ്ങളിലാണ്. അപ്പം ഇനി വരുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ പോലും ആ ആളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ പാടില്ലെന്ന് ചെയ്യരുതെന്നല്ല. പക്ഷെ എന്നാൽ പോലും നമുക്ക് അവരുടെ അടുത്ത് പറയാം, നിങ്ങൾ ഇന്നതിന് പോകരുത്, ഇന്നത് ചെയ്യരുത് എന്നൊക്കെ നമുക്ക് ഓരോരുത്തരെയും പറഞ്ഞ് മനസ്സിലാക്കാനും നമുക്ക് അവരെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോയി വഴി തിരിച്ചു വിടാനും പറ്റുന്ന ഒരു അവസ്ഥയിലാണ്. എൻ്റെ ഈ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും ആരും പറഞ്ഞു തരാനൊന്നും ആരും ഇല്ലായിരുന്നു. ഇതൊക്കെയാണ് സത്യം. നമുക്ക് ആര് പറഞ്ഞു തരാനാ? അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അതിനിടയിൽ ഇല്ലാത്തത് ഉണ്ടാക്കി പറയുമ്പോൾ കുറച്ചുകൂടെ വിഷമം തോന്നും. കാരണം എൻ്റെ ലൈഫിലുണ്ടായ സംഭവം ഇതാണ് എന്നുള്ളത് എൻ്റെ ആത്മകഥ എടുത്തു വെച്ച് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് ഞാൻ നമ്മൾ ആത്മകഥ എഴുതുമ്പോൾ എന്താ എഴുതുന്നത്, കൃത്യമായിട്ടും ആത്മകഥയ്ക്കകത്ത് അതിൻ്റെതായുള്ള വ്യക്തമായ കാര്യങ്ങൾ എഴുതിയിരിക്കും. ഒരു കാര്യം പോലും നമ്മൾ കള്ളത്തരത്തിൽ കൂടെ എഴുതി വെക്കരുത്. ഒരിക്കലും അത് ആത്മകഥ ആവോ? ഒരിക്കലും ആവില്ല. അപ്പൊ ആത്മകഥയ്ക്കകത്ത് ഞാൻ 2 വിവാഹം ചെയ്തിട്ടുണ്ടെന്ന് ഒരിക്കലും ആത്മകഥയ്ക്കകത്ത് ഞാൻ രചിച്ചിട്ടില്ല. ഒരു വിവാഹമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. മറ്റത് എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. സുഹൃത്തിന്റെ സൗകര്യം അവരെല്ലാവരും എൻ്റെ കുഞ്ഞിന്റെ ആവശ്യങ്ങളുമായിട്ടൊക്കെ എല്ലാം കണക്ട് ചെയ്ത് നിന്നിട്ടുണ്ട്. ഞങ്ങൾ കല്യാണം കഴിച്ചില്ല, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിട്ടിരുന്നതാണ്. ആ ഫാമിലി ഇപ്പോഴും ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് തന്നെ ഇപ്പോഴും കാണുമ്പോഴും അവർ നല്ല ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ എന്തിനാണ് ഇതൊക്കെ ഇനി അതിനിടയിൽ വലിച്ചഴിച്ചിട്ട് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീമ അത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണോ? അങ്ങനെ ആയിരിക്കാം, തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കാം. എന്നിട്ട് ആ ഒരു പ്രതികാരം ചെയ്തിട്ടാണ്. ഇതിനിടയിൽ നമ്മൾ ചിന്തിക്കേണ്ടതേ, ഞങ്ങൾ സുഹൃത്ത് ബന്ധങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ലൈഫ് ഉണ്ട്. ഈ ഓരോരുത്തരെയും വലിച്ചഴിച്ചിടുമ്പോൾ എനിക്കൊരു മകളുണ്ടെന്ന് പറയുമ്പോൾ അഭിമാനത്തോടെ ഞാൻ പറഞ്ഞ ആ മകളുടെ ഒരു സ്ഥലത്ത് മുന്നിൽ ഞാൻ മകളെ മെൻഷൻ ചെയ്തിട്ടില്ല. അത് കോർട്ടിൽ നിന്നൊരു ഓർഡർ ഉണ്ട്, മകളായിട്ട് തന്നെ ജീവിക്കണം. അത് ഞാൻ ഒരിടത്തും വലിച്ചഴിച്ചിട്ടില്ല. പക്ഷേ പറഞ്ഞോളൂ. കാരണം നമ്മളത് എത്ര മറച്ചു വെച്ചാലും പറ്റത്തില്ലല്ലോ. അപ്പൊ അത് നമ്മൾ തുറന്നു പറഞ്ഞു. അപ്പൊ അതിനൊരു ലൈഫ് ഉണ്ട്. അപ്പൊ ഈ പറയുന്ന വ്യക്തികളൊക്കെ അതിന്റെയൊക്കെ ജീവിതം നശിപ്പിക്കുക എന്നല്ലേ പറയുക? എല്ലാവർക്കും ഒരു ജീവിതമുണ്ട്. അപ്പം ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ പോവാറില്ല. അപ്പൊ നമ്മളെല്ലാവരും അതനുസരിച്ച് മാത്രം ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഒറ്റയ്ക്ക് ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടും നമ്മളെ കമ്മ്യൂണിറ്റി ഇപ്പം കുറച്ച് ദിവസം കഴിഞ്ഞാൽ മെന്റലി ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. എന്തിനാ എന്നെ എങ്ങോട്ട് വേട്ടയാടുന്നു എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ ജീവിച്ചു പോയത്. വെറുതെ ഇനി ഇത് കരയുന്നതിനെ ആരും ഇനി അതിനെടുത്തിട്ട് ഇനി ഇപ്പൊ അലക്കാൻ വേണ്ടി നിൽക്കും കുറെ ആൾക്കാർ. അല്ല, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ വിഷമമായിട്ട് വന്നത്. കാരണം ഇത്രയും വിഷമം ഇപ്പൊ പറഞ്ഞു, 3 ദിവസം ഭയങ്കര ഡിപ്രഷനിലായിരുന്നു ഞാൻ ഇരുന്നേന്ന് പറഞ്ഞു. അത് കാണാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ചുമ്മാ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആരോപണം പറഞ്ഞിട്ട് അവർക്കങ്ങ് പോവാം. അതിന്റെ ബാക്കിയുള്ളത് അനുഭവിക്കുന്ന അമയ എന്ന് പറഞ്ഞ ഒരാളാണ്. തീർച്ചയായിട്ടും അനുഭവിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്റെ കമ്മ്യൂണിറ്റി കുറെ ആൾക്കാർ അവർ സപ്പോർട്ട് ചെയ്യുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കണെന്ന് വേണമെങ്കിൽ പറയാം.
അത്ര ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയി ഞാൻ. ശരിക്കും മരണം അതുവരെ എത്തപ്പെട്ട അത് അങ്ങനെ വരെ ആലോചിച്ചു, ചിന്തിച്ചു. പക്ഷെ അവരെല്ലാവരും ചേർത്ത് പിടിച്ചതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോയില്ല. കാരണം ഒരാളുടെ ലൈഫ് ഇപ്പം ഇൻ കേസ് ഞാൻ എൻ്റെ ലൈഫിനെ കുറിച്ചോ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളെ കുറിച്ചോ ഞാൻ എന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ടാണോ ഞാൻ പറഞ്ഞിരിക്കുന്നത്? ഒരു കാര്യവും ഞാൻ ഒളിച്ചു വെച്ചിട്ടില്ല. ഞാൻ എന്താ തെറ്റ് ചെയ്ത് സമൂഹത്തില്? ആദ്യം ഒരു കല്യാണം കഴിച്ചു എന്നുള്ള തെറ്റ്. പക്ഷെ ആ കല്യാണം കഴിച്ചതിന് ശേഷം അവരുടെ അത് നിയമപരമായി ക്ലിയർ ചെയ്യുന്നത് അതൊരു സൈഡിൽ ജീവിക്കുന്നത്. ഞാൻ എൻ്റെ ജനറേഷൻ ഞാൻ എല്ലാ സർജറിയും കഴിഞ്ഞ് ഞാനൊരു ആൺകുട്ടിയായിട്ടല്ല ഇരിക്കുന്നത്, പൂർണ്ണമായ ഒരു പെൺകുട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും വേദന സഹിച്ച് ഇത്രയും സർജറി ചെയ്തൊരു പെൺകുട്ടിയായിട്ട് ഇരിക്കുന്നതാണ്, അല്ലാതെ വെറുതെ ഇരിക്കുന്ന ഒരാളല്ല. അപ്പോഴും നമുക്ക് നമ്മൾ ഹോർമോൺ മെഡിസിനെ കഴിയുമ്പോൾ നമുക്ക് അത്രയും മാനസികമായിട്ടുള്ള ഡിപ്രഷൻസ് ഉണ്ടാവും. അതിനെ ഞാൻ വെറുതെ എന്തെങ്കിലും ചെയ്ത് ജീവിക്കുന്ന ഒരാളാണോ? അല്ല. അത്രയും ഈ ഒരു സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളായിട്ടാണ് ജീവിക്കുന്നത്. അമയപ്രസാദ് ആർക്കും അറിയാം ഇല്ലേ? അത് എന്തുകൊണ്ട്, എങ്ങനെ അറിയുന്നത്? ഞാൻ അത്രയും എന്റെ കഷ്ടപ്പെട്ട് അഭിമാനത്തോടെ പറയണ കേട്ടോ, അല്ലാതെ ഞാൻ വെറുതെ പറയണില്ല. അതെന്തുകൊണ്ട്? ഞാൻ സിനിമാ മേഖലയിലായാലും എഴുത്തിന്റെ മേഖല എല്ലാത്തിലും ഞാൻ സജീവം. അത് എന്തുകൊണ്ടാണ്? അത് നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട്. അല്ലാതെ എനിക്ക് ചിലവർ ചിന്തിക്കും ആണ് തിരിന്ന് അങ്ങനെ ഇരിക്കുന്ന ഇങ്ങനെ ഒരു ചിന്തിക്കണം, അപ്പൊ വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ചിന്തയിലുള്ള ആൾക്കാരായിരിക്കും. സമൂഹം അങ്ങനെയായിരിക്കും പറയുന്നത്. എന്താണ് സമൂഹം ഉദ്ദേശിക്കുന്നത്, എന്തിനാണെന്നാണ് ചിന്തിക്കുന്നത്. നമ്മളെ ജെൻഡറിൽ ഇങ്ങനെ ഒരു വൈകൃതം ഉള്ളത് കൊണ്ട്, ഞങ്ങൾ അങ്ങനെ ആയി തീർന്നത് കൊണ്ട്, ആ ഒരു ഇൻസിഡന്റിൽ പല സംഭവങ്ങൾ ഉണ്ടായത് കൊണ്ട് അതിനെല്ലാം നശിപ്പിച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ ജീവിക്കണമെന്നാണോ പറയുന്നത്? ഒരിക്കലുമില്ല. ജീവിച്ചൂടെ ഒരാൾക്ക് ഇങ്ങനെ ജീവിച്ചൂടെ? അപ്പൊ പിന്നെ എന്തിനാണ് എല്ലാവരും കൂടെ കൂർഷിക്കാൻ വരുന്നത്? എന്തിനാണെന്നാണ് അറിഞ്ഞൂടാത്തത്. ഒരു മനുഷ്യൻ എന്തിനാ അത്രയും വേദനിപ്പിക്കുന്നതെന്നാണ് അറിഞ്ഞൂടാത്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീമ വിനീത് അറിഞ്ഞുകൊണ്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അല്ലേ? അയ്യോ, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ഞാനിപ്പോഴും പറയുന്നത്, ഞാനൊരു ഇന്റർവ്യൂ വേണമെങ്കിൽ എന്നെ അവർ നശിപ്പിക്കണോ അല്ലെങ്കിൽ അവരെന്നെ ബുദ്ധിമുട്ടിപ്പിക്കണോ? അവരും എന്നെ പോലെ ഒരു കമ്മ്യൂണിറ്റിയാണ്. ഞാൻ അവരെ റെസ്പെക്ട് ചെയ്യുന്ന ആ കമ്മ്യൂണിറ്റി എനിക്ക് മുന്നേ എത്രയോ വർഷം മുന്നേ വന്നൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ എന്നെ ഇത്രയും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് എന്നെ കൂടെ നിർത്തി എൻ്റെ ഫോട്ടോ എന്നെ വേണമെങ്കിൽ കാണിച്ചു തരാം. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത്രയും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച ഒരു വ്യക്തി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെയൊക്കെ വന്ന് കുറെ സ്റ്റേറ്റ്മെന്റ് പറയാം. പക്ഷെ ആ സ്റ്റേറ്റ്മെന്റ് എന്നെ മാത്രം മൊത്തത്തിൽ ഉദ്ദേശിച്ചിട്ടാ പറയണെന്നാ പറയുന്നത്. അപ്പോഴും അവിടെയും അതിനകത്തും പെട്ട ആൾക്കാരല്ലേ വരുള്ളൂ. അല്ലെങ്കിൽ ഇനി വരുന്ന കാലത്ത് പറയാം, ഇനിയുള്ള ആൾക്കാർ അങ്ങനെ ആകരുത്, അങ്ങനെ ആകാൻ പാടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ കുറെ ആൾക്കാർ ജീവിച്ചു വന്നു, അവരുടെ ലൈഫ് ഇങ്ങനെ ആയിരുന്നു, അവർക്ക് കമ്മ്യൂണിറ്റി ഇങ്ങനെ പറ്റി, ഇങ്ങനെ കുറെ ആൾക്കാർക്ക് ഇങ്ങനെ പറ്റിയിട്ടുണ്ട്. ഇനിയുള്ള ആൾക്കാർ അങ്ങനെ വരികയാണെങ്കിൽ അത് തെറ്റെന്ന് വേണമെങ്കിൽ അവർക്ക് പറഞ്ഞത് ചെയ്യിപ്പിക്കാം, പറയാം. പക്ഷെ അതിനു മുന്നേ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായ ഞാനെന്നല്ല, എന്നെ പോലെയുള്ള ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ വേദന ഉണ്ടാവില്ലേ? വിഷമല്ലേ അത്? അപ്പൊ അത് പറയരുതായിരുന്നു. അല്ല അങ്ങനെ പറയാം. ഇനിയുള്ള നമ്മളിപ്പോ ജെൻഡർ എന്താണെന്ന് മനസ്സിലാക്കി, ഇപ്പൊ നമ്മുടെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എല്ലായിടത്തും മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ ഇനി ജീവിക്കുമ്പോൾ നല്ല രീതിയിൽ എല്ലാവരും ഓപ്പണായി അവരുടെ ഐഡന്റിറ്റി ജെൻഡർ. ഞാൻ ഒരു ഇന്റർവ്യൂവിലും ഞാൻ ആരെയും ഇപ്പൊ പറയുന്നതൊക്കെ പറയാം, അമ്മ ഇങ്ങനെ ഓരോന്നും പറയുന്നത് കൊണ്ട് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നു എന്നുള്ള രീതിയിലാണ്. കമ്മ്യൂണിറ്റിയിൽ എല്ലാവർക്കും ഇങ്ങനെ ആകാം, അല്ലെങ്കിൽ അങ്ങനെ കഴിഞ്ഞവർ ഇങ്ങനെ ആയി മാറാം എന്നുള്ള ചിന്തയിലൂടെ എനിക്ക് വന്നൊരു ഇൻസിഡൻസിലൂടെ ഞാൻ ഇങ്ങനെ വന്നു എന്ന് പറയുന്നത്. ഒരാൾ മരണപ്പെട്ടു, ഓക്കെ, ഞാൻ ഇങ്ങനെ ആയി, എൻ്റെ ജെൻഡർ ഞാൻ ജീവിക്കുന്നു. പക്ഷേ മറ്റൊരാൾ അതുപോലെ വരാൻ വേണ്ടി ഞാൻ ഒരിക്കലും പറയില്ല. ഒരിക്കലും ഒരു അമ്മയെ ആകരുത്. ഞാൻ എഴുതിക്കുന്ന എൻ്റെ ബുക്കിനകത്ത് നിങ്ങളുടെ അടുത്ത് വെച്ച് ലാസ്റ്റ് പേയ്മെന്റിൽ ഞാൻ എന്താ എഴുതിക്കണെന്ന് വായിച്ചു നോക്കിയാൽ മതി. അമ്മയ എന്ന് പറഞ്ഞ ലൈഫിൽ അമ്മ എന്തായോ പ്രസാദിന്റെ ലൈഫിൽ ഇനി ഒരിക്കലും മറ്റൊരാൾ അതുപോലെ ആകരുത് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്തിനാ പറയണത്? അങ്ങനെ ആരെയും എനിക്കുണ്ടായത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാന്നല്ല, എനിക്കത് വേദനയായിട്ട് എന്നെ തോന്നുന്നത്. അത് ഞാൻ ഉൾക്കൊണ്ടാണ് ജീവിക്കുന്നത്. അതിന് എന്നെ കുത്തി നോവിക്കാൻ മറ്റൊരാൾക്ക് അവകാശമല്ല, റൈറ്റ് ഇല്ല. എനിക്കുണ്ടായ വേദന തന്നെയാണ്. ആ വേദന ഞാൻ മനസ്സിലിറക്കി തന്നെ ജീവിക്കുന്നു. അത് മറ്റൊരാൾ വന്നിട്ട് നീ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഹത്യ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്, വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. കാരണം അമ്മയെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ സീമ വിനീത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കാരണം അമ്മയാണ് നല്ലൊരു സുഹൃത്താണ്. അമ്മ മീൻസ് സുഹൃത്താണ് അമ്മ. എനിക്ക് എൻ്റെ വർഷപൂജ ഫസ്റ്റ് എനിക്ക് രേവതി അമ്മയാണ് ലച്ച കിട്ടിയത്. അത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു പരിവാറുണ്ട്. പരിവാറിൽ എല്ലാവരും ഒത്തുചേർന്ന് ഞാൻ എല്ലാവരുമായിട്ട് നല്ല സൗഹൃദമാണ് കേട്ടോ. അതാണ് സത്യം. ഞാൻ കമ്മ്യൂണിറ്റിയെ മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ജീവിക്കണം. നമ്മൾ കമ്മ്യൂണിറ്റിയെ ഇല്ല, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ജീവിക്കുന്നത്, നമ്മൾ ആർക്കൊരു ഇതില്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമുക്കൊരു കമ്മ്യൂണിറ്റി, നമ്മുടെ ഐക്യം, നമ്മുടെ ബലം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയാണ്. കാണുന്ന ഒരു ഒറ്റയ്ക്ക് പോകുമ്പോൾ പലവരും പലതും പറയാം. നമ്മൾ ഒരുമിച്ചുണ്ടെങ്കിൽ
അതൊരിക്കലും ഗുണ്ടകളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ആളല്ല. ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയും അത് പല സ്ഥലങ്ങളിലും പല സ്റ്റേറ്റുകളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടാവാം. കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഗുണ്ടായിസം ഒന്നോ രണ്ടോ മൂന്നോ കണ്ണിൽ ഒതുങ്ങാമെന്ന് പറയാം. എല്ലാ മനുഷ്യരിലും ഉള്ളതുപോലെ കുറച്ച് ആൾക്കാരുണ്ടാവും. അത് നോർമൽ ആയിട്ട് ഉണ്ടാവുന്ന. അവരും പോലും ഗുണ്ടകളല്ല. അവരെല്ലാം ചേർത്തൊത്തൊരുമയോടെ നിൽക്കുന്നത് നമ്മളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നതാണ്. അതവിടെ ഒരിക്കലും ഗുണ്ടകളല്ല. എല്ലാവരും സ്നേഹമുള്ളവരാണ്. എനിക്കൊരു പ്രശ്നം വന്നപ്പോ എന്റെ വേദന അത്രയും ഡിപ്രഷനിലേക്ക് പോയപ്പോ അവർക്ക് അത്രയും വേദന ഉണ്ടായി കൂടെയുള്ളവർക്ക്. അതുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ പ്രതികരിച്ചത്. അതൊരിക്കലും തെറ്റെന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. അവർക്ക് അത്രയും സ്നേഹം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അവർ ഗുണ്ടകളാവൂ? ഒരിക്കലും. അവർ സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ പറയുന്നത്. അപ്പോഴും ഞാൻ പറയുന്നത്, ഈ പറയുന്ന വ്യക്തിയെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളായിരിക്കും അവർ പറയുന്നത്. അതിന് മറ്റൊരു വ്യക്തിയെ അവർക്ക് അറിയാവുന്ന അല്ല ഇത്രയും ചേർത്ത് വയ്ക്കുന്ന, നമ്മളെ കമ്മ്യൂണിറ്റിക്കകത്ത് ഇത്രയും ചേർത്ത് പിടിക്കുന്ന ആൾക്കാരെ മെൻഷൻ ചെയ്ത് കാണിക്കരുതെന്ന് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവും. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു റീച്ചിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു പ്രശസ്തിക്ക് വേണ്ടി ഇത് ഓരോ പ്രാവശ്യവും ഓരോരോ പ്രശ്നങ്ങളാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നതും അവരെ കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ താല്പര്യമില്ല. അത് അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യം, അയാൾ ജീവിക്കുന്ന അയാളുടെ ഇഷ്ടമാണ്. പക്ഷെ എന്നാൽ പോലും ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മള് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എന്തും വിളിച്ചു പറഞ്ഞ് എന്തും ആക്കിയിട്ട് എന്ത് ചെയ്യുമ്പോഴും മറ്റൊരു സൈഡിൽ ഒരു ലൈഫ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം. ഒരു ജീവിതം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ജീവൻ ഉണ്ടെന്നുള്ളത്. ആ ജീവൻ പോയാൽ ആ ജീവനെ തിരിച്ചു കൊടുക്കാൻ ഈ പറയുന്ന ഒരു വ്യക്തിക്കും കഴിയുമോ? ഇല്ല. ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു മാനസികം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ സമതല എന്ന് പറയുന്നത് അയാളുടെ മനസ്സിന്റെ ഉണ്ടാവുന്ന ഒരു വിഭ്രാന്തിയാണ്. ചില സമയത്ത് എന്തെങ്കിലും ചെയ്ത് ആർക്കും ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് നമ്മൾ ഞാൻ ചിന്തിക്കും ചില സമയത്ത്, ഇത്രയും നമ്മൾ എല്ലാം നേടിയെടുത്ത് ഇത്രയും ഇതായിട്ട് കൊണ്ടുവന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കൊണ്ടിട്ട് ഈ കല ഉടയ്ക്കുമ്പോൾ നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റൂല. ഇല്ല, ജീവിക്കേണ്ടെന്ന് വരെ തോന്നിപ്പോവും. അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ഈ പ്രശസ്തിയാണ് ശരിക്കും പറഞ്ഞാൽ ശരിക്കും അമ്മയുടെ ഒരു ദേഷ്യം ആയാലും എന്റെ പ്രശസ്തിയില് ആരും ഇതാക്കുന്നതെന്ന് പറയാൻ. ഇപ്പൊ ചിലവര് പറയും അമ്മയെക്കാളും പ്രശസ്തി നിൽക്കുന്ന ആളല്ലേ മറ്റുള്ളവർ, അപ്പം അമ്മയുടെ പ്രശസ്തിയിൽ എന്തിനാ അവർ അസൂയപ്പെടണം എന്ന് ചോദിക്കാറുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഇതുപോലെ അവര് രഞ്ജിമാർക്കെതിരെ തീർച്ചയായിട്ടും സംസാരിച്ചിട്ടുണ്ട്, സൂര്യേഷിനെതിരെ സംസാരിച്ചിട്ടുണ്ട്, അമ്മയ്ക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. കാരണം അത്യാവശ്യം റേഞ്ചിൽ എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ട്. അത് എനിക്കറിയില്ല അവരുടെ എന്താണ്. ഇപ്പോഴും പറയാൻ പേഴ്സണലി അവരോട് എനിക്കൊരു വൈരാഗ്യവും ഇല്ല. നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. ഞങ്ങൾ തമ്മിൽ ഇതുവരെ ഒരു ഇഷ്യൂസും ഇല്ല. നമ്മൾ കാണുമ്പോൾ ചിരിക്കും. ഈ ഇടയ്ക്ക് പോലും ദിയാസന എന്ന് പറഞ്ഞ വ്യക്തിയുടെ അപ്പൊ മരിച്ച സമയത്ത് ആ വീട്ടിൽ പോയപ്പോ പോലും ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്, സംസാരിച്ചത്, മിണ്ടിയതുമാണ്. ഈ കഴിഞ്ഞ ദിവസം ഈ പ്രശ്നം ഈ ഇടയ്ക്ക് ഈ ഒരു മാസം പോലും ആയില്ല. പക്ഷെ എന്നാൽ ഈ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ പെട്ടെന്നൊരു കുറച്ച് ആരോപണം കൊണ്ട് വരേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് അവരുടെ പറയണത് അവരുടെ കാര്യങ്ങൾ, വ്യക്തമായ കാര്യങ്ങൾ അവർ പറഞ്ഞു, അവരുടെ സ്വയം തീരുമാനങ്ങളാണ് അവർ ചെയ്യുന്നതെന്നാ പറഞ്ഞത്. അത് ആയിരിക്കാം, ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇപ്പോഴും ഞാൻ ആ ആളുടെ പേരോ ഒരിടത്തും ആളിനോ ഒന്നും പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പേടിച്ചിട്ടൊന്നുമല്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്നെ പറഞ്ഞത് തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും മറ്റൊരാളെ വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട്. പക്ഷെ എന്നാൽ ഇത്രയും എനിക്ക് പറയണമെന്ന് തോന്നിയത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നിങ്ങൾ ചോദിച്ചു, ഞാൻ പറയുന്നു. ആര് ചോദിച്ചാലും ഞാൻ പറയും. ഇപ്പൊ എന്റെ വീട്ടിൽ വന്ന് ചോദിച്ചാലും ഞാൻ പറയും, എൻ്റെ അടുത്ത് ആര് ചോദിച്ചാലും ഞാൻ പറയും. അതെനിക്കുണ്ടായ വേദനയാണ്. ആ വേദന ഞാൻ പറയുന്നതിന് എന്താ തെറ്റ്? ഒരു തെറ്റില്ല. അപ്പൊ എനിക്ക് പറയേണ്ട അവസ്ഥ വന്നതുകൊണ്ട് ഞാൻ പറയുന്നു. ആരും വേദനിപ്പിക്കാതെ പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ പിന്നെ എന്നെ വേദനിപ്പിക്കാൻ വരേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിനെതിരെ ഏതറ്റം വരെയും പോകും എന്നാണോ അമ്മയെ പറയുന്നത്? ഇതിനെതിരെ മീൻസ് ഏതറ്റം വരെ എന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പറ്റുന്നത്. കാരണം നമുക്ക് പോരാടാനല്ലോ, നമ്മള് കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. ഞാൻ കഷ്ടപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലും ഒരുപാട് പേരുടെ ഒരുപാട് പേരുടെ ഹറാസിങ്ങിന്റെ ഇടയിലൂടെയൊക്കെയും കമ്മ്യൂണിറ്റി ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എനിക്ക് കുറെ സുഹൃത്ത് ബന്ധങ്ങളുണ്ട്, അവരെല്ലാം ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതിനിടയിലും ഞാൻ ഫൈറ്റ് ചെയ്ത് ജീവിക്കണമെങ്കിൽ, ഇപ്പോഴും പല മേഖലകളിൽ എത്തിപ്പെടണമെങ്കിൽ ഞാൻ അത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ഞാൻ എത്തിപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പരിശ്രമമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വത്തെന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനിടയിൽ വിള്ളലുകൾ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ആളുകൾ ഇറങ്ങുമ്പോൾ ആ വിള്ളലുകൾ ഉണ്ടാവാതിരിക്കാൻ അത് അടച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. ഞാൻ അതെങ്ങനെയെങ്കിലും അടയ്ക്കും, സമാധാനപരമായി അടയ്ക്കുക. ക്ഷമ എന്ന് പറയുന്നത്, ക്ഷമിക്കുക.
അതാണ് ഇനി ചെയ്യാനുള്ളത്. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാ വിള്ളലുകളും അടച്ച് ജീവിതം മുന്നോട്ട് പോവുക, വിജയത്തിലേക്ക് എത്തുക. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.